ഹായ് ഹലോ നമസ്കാരം, ഷാനിഫ് അയിരൂരാണ്. അപ്പോൾ ഇന്ന് കൂടെ നമ്മളെ മിച്ചാപ്പിൻ്റെ തന്നാപ്പിയുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഒരു സ്പെഷ്യൽ ഫുഡ് ഡേ ആണ്. ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് തയ്യാറാക്കാനുള്ള പരിപാടിയാണ്. അതെ, അതിൻ്റെ വീഡിയോ ഇതിലുണ്ടാവും. ചിക്കൻ ചുടാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ചിക്കൻ ചുടാനുണ്ടായ കാരണവും അതും വീട്ടിൽ വെച്ചിട്ട്. അതെ, അപ്പോൾ ചിക്കൻ ചുടാനുണ്ടായ കാരണവും ചിക്കനും ഒക്കെ വാങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഞങ്ങൾ കോഴി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യം വന്നത്. നോക്കുമ്പോൾ കോഴി കട പറ്റിച്ചിട്ടോ നമ്മളെ. കോഴിക്കട അടച്ചിരിക്കുകയാണ്. അതെ, ഇനി വെയിറ്റ് ചെയ്യണം. ഭയങ്കര ആഗ്രഹമായിട്ട് പുറപ്പെട്ടതാണ് നമ്മൾ ചിക്കൻ ചൂടാൻ വിചാരിച്ചിട്ട്. പക്ഷെ നോക്കുമ്പോൾ വെയിറ്റിംഗ് അവസ്ഥ. 1.5 മണിക്കൂർ പോസ്റ്റ് ആക്കിയിട്ട് മെമ്മരിക്ക ചിക്കൻ തരാൻ വേണ്ടി വന്നിരിക്കും. കാരണം 1.5 മണിക്കൂർ പോസ്റ്റ്. കുട്ടികളൊക്കെ പെരയിൽ ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നു. കുട്ടികൾക്ക് കോഴിനെ ഇറക്കണമൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാ. എന്തായാലും വെയിറ്റിങ്ങിലാണ്. ഈ ചിക്കൻ ഫ്രഷ് ആയിട്ട് മറ്റേ ഇതിട്ടാ എന്താ പറയാ, പീസൊന്നും ആക്കാതെ ഒറ്റ ഫുൾ ചിക്കൻ. എന്നാലും നമ്മൾ വിചാരിച്ച പോലെ ആക്കാൻ പറ്റുള്ളൂ. മതി, അത് കുഴിയിലേക്ക് ഇറങ്ങൂലേ? അടിക്കും. ശരി. അപ്പോൾ ചിക്കൻ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഒരു ഫുൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ഓഫ് ഡേ അല്ലാത്തതുകൊണ്ട് ആള് ലീവിലായിരുന്നു. അപ്പോൾ ഫുൾ ചിക്കൻ്റെ മസാല കൂട്ടൊരു പ്രത്യേക മസാലയാണ്. മസാലയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം, എന്തൊക്കെയാണ് മസാല അതിൽ ചേർക്കണം എന്നുള്ളത്. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമല്ല, നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ദുബായിലുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ ഷെഫിൻ്റെ ഒരു പ്രത്യേക ഒരു മസാലയാണ്. അപ്പോൾ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്തായാലും അപ്പോൾ ചിക്കൻ വാങ്ങി റെഡി ആയിട്ടുണ്ട്. ഇന്ന് കിലോ ഏകദേശം 105 ഉറുപ്പിയാണ് വില. അപ്പോൾ 2 കിലോൻ്റെ ഒരു ഫുൾ ചിക്കൻ സെറ്റായിരിക്കുന്നുണ്ട്. അതിൻ്റെ മസാല എങ്ങനെ വേണം, എന്തൊക്കെ അതിൽ ചേർക്കണം എന്നുള്ളത് നമ്മളെ കൊണ്ടാട്ടിയോട് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആൾ സെറ്റാക്കി വെക്കും. ബാക്കി കാര്യങ്ങൾ കാണാം.
ഹായ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചിക്കൻ ചുടാനുള്ള സ്പേസ്. നമ്മുടെ ഫാമിലി സ്പേസിൽ കണ്ടെത്തി ഇഷ്ടംപോലെ വിറകുണ്ട്. ഇവിടുന്ന് വിറകൊക്കെ ഉണ്ട്, ക്ലീൻ ആവും ചെയ്യും. അപ്പോൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുള്ളതാണ്. അത് നല്ല നൈസായിട്ട് അതിനെ വേവിച്ചെടുക്കുന്ന ഒരു പുതിയ, നിങ്ങളൊക്കെ ചെയ്തതായിരിക്കും, പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരു പുതിയതാവും. കാരണം നമ്മളെ കുട്ടികളും കൂടെ ഉണ്ട് അല്ലേ ബിലോ? ഇല്ലേ? നമുക്കിന്ന് അതിൻ്റെ ബാക്കി പണികൾ തുടങ്ങാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മളെ പരിപാടി നല്ലൊരു പാകത്തിന് ഒരു ചിക്കൻ. നമ്മളിപ്പോൾ വാങ്ങിയുള്ളത് ഏകദേശം ഒരു 2 കിലോ ഉള്ള ചിക്കനാണ്. ചിക്കൻ വലുതാവും തോറും നമ്മുടെ കുഴിയുടെ വലിപ്പം കൂട്ടണം. അപ്പോൾ നമ്മൾ ആ ചിക്കൻ ഉള്ളിൽ പൊതിഞ്ഞ് വെച്ച് അതിനെ ചുട്ടെടുക്കാൻ പാകത്തിലുള്ള ഒരു കുഴി കുത്താൻ വേണ്ടി പോവാണ്. ഓക്കെ, ബിലാപ്പി സാധനം ഇടാം. ബിലാപ്പി കുറച്ച് ബിലാപ്പി ഇടാൻ പറയാം. ഒന്നാ കുത്തിക്കോ, അങ്ങനെ കുടിയോ നിങ്ങൾ വെച്ചേക്കാം. ഹലോ, അപ്പോൾ കുഴി അടിയാൻ വേണ്ടി കണ്ടാ ബിലാപ്പിയും കൂടി ഇങ്ങനെ സഹായിച്ചിട്ട് കുഴി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മിന്നാപ്പി പുത്തമ്പള്ളി പോയിക്കാണ്. തന്നാപ്പിയും മിച്ചാപ്പിയും നല്ല ഉറക്കാണ്. ബില്ലാപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് കണ്ട കുഴി ഏകദേശം റെഡിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കത്തിക്കാനുള്ള കമ്പുകളും ചവറുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളിതിൽ മറ്റേ ചാർക്കോൾ ഉപയോഗിക്കുന്നില്ല. നമ്മളെ ഫാമിൽ തന്നെ അത്യാവശ്യം നല്ല കമ്പും ചില്ലും, കാരണം ഇവിടെ അത്യാവശ്യം ഉണ്ടാ നല്ല മരങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മരക്കമ്പുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമ്മൾ ഓൾറെഡി ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചാർക്കോളിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് ചിരട്ട വേണം, അത് മാത്രമേ നമുക്കുള്ളൂ. പിന്നെ ഫോയിൽ പേപ്പർ പൊതിയാനുള്ള. അപ്പോൾ ഇവിടെ ബില്ലാപ്പി പണിയിലാണ്. അപ്പോൾ പോയിട്ട് ഇനി ഫോയിൽ പേപ്പറും അതേപോലെ അതിലേക്ക് വേണ്ട ചിരട്ടയും ഒക്കെ റെഡിയാക്കിയിട്ട് വരാം. കുഴിയിലേ അത്യാവശ്യം നല്ല വേരുണ്ടാ, നമ്മുടെ മരങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ വേര് മാക്സിമം എന്ത് ചെയ്യണം, പറിച്ചെടുക്കണം, ഒഴിവാക്കണം. കുഴിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ കുഴി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാലേ, ബാബിലോ നമുക്ക് ഫോയിൽ പേപ്പർ വാങ്ങണം. പിന്നെ ഹായ് മിസ്റ്റർ സുബി, വരൂ വരൂ വരൂ. ഞങ്ങൾ വായോ വായോ വായോ. അപ്പോൾ സ്നേഹിതൻ സുബി വന്നിട്ട് കേട്ടോ. സുബിയുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പറയാം. സുബി വന്നിട്ടുണ്ട്. ചിക്കൻ തിന്നാൻ വന്നതല്ല, ഇവിടെ പണിക്ക് സാധനം ഇറക്കാൻ വേണ്ടി വന്നതാണ്. ചിക്കൻ
അതൊക്കെ കൊടുക്കും. നമ്മത് ഇതൊക്കെ എടുത്തിരിഞ്ഞ് പോയി കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് ഇരിക്കുള്ളൂ. ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാറിയിരുന്നോ?